റിപ്പോർട്ടിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അനുവജിത്ത്. മഴക്കാലമായാൽ മലയോരങ്ങളിലെ ജീവിതം എന്നും ഭീതിയോടെയാണ് ജനം നോക്കിക്കാണുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ, വന്യമൃഗ ആക്രമണങ്ങൾ നിത്യസംഭവങ്ങളായി കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് കറുകുറ്റി ഗ്രാമപഞ്ചായത്തിലെ മലയോര പ്രദേശമായ ഏഴാറ്റുമുഖം മുന്നൂർപ്പള്ളി കട്ടിങ് നിവാസികൾ കാട്ടാന ശല്യം മൂലം ഭീതിയോടെയാണ് കഴിയുന്നത്. കഴിഞ്ഞ ദിവസം കാട്ടാനക്കൂട്ടം കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം വരുത്തുകയും ചെയ്തു. ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് പ്രദേശനിവാസികൾ ഇൻസൈഡ് റിപ്പോർട്ടിനോട് പറഞ്ഞു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക, വന്യജീവി ആക്രമണത്തിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകുക, വനാതിർത്തികളിൽ വൈദ്യുതി ഫെൻസിംഗ് സ്ഥാപിക്കുക, ഏഴാറ്റുമുഖം മുന്നൂർപ്പള്ളി മേഖലയിൽ ആവശ്യത്തിന് വാച്ചർമാരെ മുഴുവൻ സമയവും നിയോഗിക്കണമെന്നും പ്രദേശനിവാസികൾ പറഞ്ഞു. കറുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതിക ശശികുമാറിന്റെ നേതൃത്വത്തിൽ മെമ്പർമാർ സ്ഥലം സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. ഫോറസ്റ്റ് ഓഫീസർമാരുടെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്ന് പ്രസിഡന്റ് ലതിക ശശികുമാർ ഇൻസൈഡ് റിപ്പോർട്ടിനോട് പറഞ്ഞു. നമ്മുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഇൻസൈഡ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏഴാറ്റുമുഖം ഫോറസ്റ്റ് ഓഫീസിൻ്റെ കീഴിൽ വരുന്ന മുന്നൂർപ്പള്ളി ഭാഗത്ത് ഇന്നലെ വെളുപ്പിന് ആന ഇറങ്ങുകയും ഒത്തിരി ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഏരിയയിലേക്ക് ആന വന്നു തുടങ്ങിയിരിക്കുകയാണ്. കർഷകരുടെ ഒത്തിരി വിളകൾ ആന ഇന്നലെ നശിപ്പിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ഉൾപ്പെടെയുള്ളവരുടെ ലോണൊക്കെ എടുത്താണ് അവർ കൃഷി ചെയ്തിരിക്കുന്നത്. വാഴയൊക്കെ സൊസൈറ്റിയിൽ നിന്നൊക്കെ ലോൺ എടുത്ത് വച്ചിരിക്കുന്ന വാഴയൊക്കെയാണ്. അതൊക്കെ മൊത്തം ആന നശിപ്പിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഞങ്ങളിവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചത്. 15ഓളം കർഷകരുടെ വിളകളാണ്, പലതരം വിളകൾ, തെങ്ങ്, വാഴ, കവുങ്ങ്, റബ്ബർ ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള വിളകൾ ആന നശിപ്പിച്ചു പോയിരിക്കുകയാണ്. വളരെ ശോചനീയമായൊരവസ്ഥയാണ് ഞങ്ങൾ വന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. നമ്മൾ പല പഞ്ചായത്ത് ഭരണസമിതി പല പ്രാവശ്യം ഫോറസ്റ്റിലേക്ക് നമ്മളിതിനെയൊക്കെ പറ്റി ആന വരുന്നതിനെയൊക്കെ പറ്റി നമ്മൾ പരാതിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഇന്ന് വരെ നമുക്കൊരു അനുകൂലമായ ഒരു മറുപടി ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ മാസം ഒരു മീറ്റിംഗ് വിളിച്ചപ്പോഴും നമ്മൾ DFOനോടും റേഞ്ച് ഓഫീസറോടും ആ മീറ്റിംഗ് വരണമെന്ന് പറഞ്ഞിട്ട് അവരെത്തിയിരുന്നില്ല. ഉദ്യോഗസ്ഥരെയാണ് നമ്മളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത്. പക്ഷേ നമുക്ക് ഉദ്യോഗസ്ഥരോട് മാത്രം ഇത് സംസാരിച്ചിട്ട് ഒരു കാര്യം നമുക്ക് സാധിക്കുന്നില്ല. കഴിഞ്ഞ തവണ പഞ്ചായത്ത് ഭരണസമിതി ജനങ്ങളുടെ ഈ കണ്ണീരൊപ്പുന്നതിന് വേണ്ടി നമ്മൾ ഫെൻസിങ്ങിന് 7.5 ലക്ഷം രൂപ ഞങ്ങൾ ഭരണസമിതി വച്ചതാണ്. പക്ഷേ ഫോറസ്റ്റുകാർ പകുതി ഫണ്ട് അതിലേക്ക് വെച്ച് ഫെൻസിങ് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതുപോലും ചെയ്യാത്തൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഇവിടെയുള്ള ജനങ്ങളൊക്കെ ഭീതിയോടെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ജനങ്ങൾ താമസിക്കുന്ന ഭാഗത്തേക്ക് ആന ഇറങ്ങിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതും തുടങ്ങിയിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ ഉറങ്ങാനുള്ള ഒരവസ്ഥ പോലും ജനങ്ങൾക്കില്ലാത്തൊരു രീതിയിൽ, അവരെ പേടിപ്പെടുത്തുന്ന ഒരു രീതിയിലേക്കാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്തായാലും നമുക്ക് എന്തെങ്കിലും ഒരു നടപടി നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യണം. അതെന്താണ് ചെയ്യേണ്ടതെന്ന് ഭരണസമിതി ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇത് അധികൃതർ കണ്ണു തുറന്ന് ഇവിടേക്ക് ഒന്ന് നോക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ വാർഡിൻ്റെ മെമ്പറും ഉൾപ്പെടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പ്രദേശത്തുള്ള ഷാജു, ഫിനിയുടെ അടങ്ങുന്ന എല്ലാ ആളുകളും നമ്മളോടൊപ്പം ഉണ്ട്. പക്ഷേ ആർക്കും ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന ഒരു ദുഃഖത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ടെങ്കിലും അധികൃതരുടെ കണ്ണ് തുറക്കട്ടെ എന്ന് ഞങ്ങൾ ആശിക്കുകയാണ്. വൈസ് പ്രസിഡന്റ് ഷൈജോ പറമ്പി, KP അയ്യപ്പൻ, ജോണി മൈപ്പാൻ, പ്രദേശവാസികളായ എബി പാറയ്ക്ക, ഫിനി പന്തലൂക്കാരൻ, ഷാജു നെടുവേലി, സെബി, ജോർജ് പന്തലൂക്കാരൻ, പോൾ പന്തലൂക്കാരൻ, ജോണി മൈപ്പാൻ, കുരുവിള പാറയ്ക്ക,
എന്നിവർ കാട്ടാന ആക്രമണത്തെക്കുറിച്ച് സംസാരിച്ചു. വാഴച്ചാൽ ഡിവിഷൻ്റെ കീഴിലുള്ള ഫോറസ്റ്റ് സ്റ്റേഷൻ ഏഴാറ്റുമുഖം. ഇത് ഏതാണ്ട് 2 വർഷത്തോളമായി ജനങ്ങൾക്ക് ഭീതി വരുന്ന രീതിയിൽ കാട്ടാന ഏതാണ്ട് ഉൾവനത്തിൽ നിന്ന് 4-5 കിലോമീറ്ററോളം പുറത്തേക്ക് വന്നാണ് ഈ മൃഗങ്ങൾ ദിവസങ്ങളോളം പുഴയിൽ തമ്പടിച്ച് ഇരുന്നിട്ട് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അതിനകത്ത് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ള ഖേദകരമായ കാര്യം കൂടിയുണ്ട്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അനാസ്ഥ, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് RRT അംഗങ്ങൾ കൊടുത്തിട്ടുണ്ട്, വാഹനം കൊടുത്തിട്ടുണ്ട്, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഉദ്യോഗസ്ഥർ അതിനകത്ത് അനാസ്ഥ കാണിച്ചുകൊണ്ടാണ് ജനങ്ങളാകെ രാവിലെ എനിക്കുന്ന കാര്യം തന്നെ രാത്രി 3-4 വട്ടം എണിട്ട് വച്ച് കേൾക്കുമ്പോൾ ഒരു തേങ്ങ വീണാലും ആന വന്നു എന്നുള്ള പേടിയില്ല. ഇപ്പം ആന വന്ന് ജനലിക്ക് വന്ന് വിളിക്കുക അല്ലെങ്കിൽ വാതിൽ വന്ന് മുട്ടുമ്പോഴാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് അടിയന്തരമായി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഫെൻസിങ് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഒരു വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് പറയാനുള്ളത്. രാവിലെ 5 മണിയായപ്പോൾ പലരും വിളിച്ചിരുന്നു. വളരെ ഭീതിയോടെ അവരുടെ ആശങ്ക, അവരുടെ വാർഡ് അടക്കം കൃഷി ചെയ്ത വർഷങ്ങളോളം കൃഷി ചെയ്തുകൊണ്ടിരുന്ന അവരുടെ വിളകളെല്ലാം 40-45 വർഷം ചെയ്ത തെങ്ങ്, കവുങ്ങ്, ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞ മാതിരി തന്നെ ജാതി അടക്കം, റംബൂട്ടാൻ, മാങ്കോസ്റ്റ അടക്കമുള്ള സാധനങ്ങൾ ജീവിതകാലം അവർ അനുഭവിച്ചു കൊണ്ടുവരുന്ന കാർഷിക മേഖലയാണ്. അത് നഷ്ടപ്പെടുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദന ചെറുതല്ല. ആ വേദനയിൽ ഞങ്ങളും പങ്കുചേർന്നുകൊണ്ടിരിക്കുക. പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞു 15 ലക്ഷം വേണമെന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് 7.5 ലക്ഷം രൂപ വെച്ചിട്ട് ഒരു നൂൽക്കമ്പി വരെ അവർ വലിച്ചു കെട്ടിയില്ല എന്നുള്ള സത്യം കൂടി ജനങ്ങളറിയാത്തക്ക രീതിയിൽ പറയുന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് അടിയന്തരമായി ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഭാഗങ്ങളിൽ കാണപ്പെട്ട കാട്ടാനക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങളിലേക്ക്.
സഹായത്തോടെ നിങ്ങളുടെ കണ്ണുകളും ഇനി പരിശോധിക്കാം. ലെൻസ് ആൻഡ് വിഷൻ ഒപ്റ്റിക്കൽസ് ഇനി മൂക്കന്നൂരിലും. മൂക്കന്നൂരിലെ ആദ്യത്തെ AI അധിഷ്ഠിത നേത്ര പരിശോധനാ സെന്റർ. വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം. 3 പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യം. ഇന്ത്യക്ക് അകത്തും പുറത്തും നിരവധി ഷോറൂമുകൾ. ലോകോത്തര ബ്രാൻഡുകൾ ലഭ്യമാണ്. 50% വരെ കിഴിവ്. 1 വാങ്ങുമ്പോൾ 1 ഫ്രീ. ലെൻസ് ആൻഡ് വിഷൻ ഒപ്റ്റിക്കൽസ് നിയർ മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്ത്. ഫോൺ നമ്പർ 0484 2001 655 996199 8377. കേരളത്തിൽ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കടവന്ത്ര, അങ്കമാലി, ചാലക്കുടി. ഇൻസൈറ്റ് റിപ്പോർട്ടിന്റെ ഓൺലൈൻ മാധ്യമങ്ങളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം എന്നീ ചാനലുകളിൽ പരസ്യങ്ങൾക്ക് വേണ്ടി വിളിക്കേണ്ട നമ്പർ 7736964883 9072046846. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.